ഹലോ. അപ്പൊ ഇന്നലത്തെ നോമ്പുറന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ ഇന്നലെ ഞാൻ ബറാത്ത് ചീരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് എല്ലാരും കണ്ടതല്ലേ. അപ്പൊ ഇതും കൂടി കാണാട്ടോ. അപ്പൊ ഇന്ന് നോമ്പിന് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് പത്തിരി, ഇറച്ചിക്കറി, ബീഫ് കറി അല്ല, നമ്മളെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ മക്കൾസിന് നോമ്പുണ്ടാവുമ്പോ എല്ലാം വേണം. കുറച്ചൊക്കെ മതി. ഓരോ ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ്, ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പൊ സ്നാക്കും പത്തിരി, ചിക്കൻ കറി, അങ്ങനെ ജ്യൂസും ഒക്കെ ആയിട്ടാണ് നമ്മൾ നോമ്പ് വെക്കുന്നത്. പത്തിരി ഞാൻ മിഷീമേൽ ചമർത്തിയതിന് ശേഷം പത്തിരി പലവുമേൽ ഇട്ടിട്ട് ഒന്ന് പരത്തി കൂടി ചെയ്തു, നൈസാക്കി എടുത്തു കേട്ടോ. മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചു. ചിക്കനൊക്കെ മസാല കൂട്ടിയിട്ട് വേവിച്ച് വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറക്കുമ്പോ നമ്മള് നല്ലോണം കറി വേണമല്ലോ പത്തിരിയിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെറും മസാലയും മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നീട്ടുന്നതിന് നല്ലതല്ലേ തേങ്ങ അരച്ചിട്ട്. പിന്നെ അത് നല്ലോണം വറുത്ത് കൂടി കൊടുത്തപ്പോ അടിപൊളി മണത്തോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടോ. ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറുത്തു. ഇനി സ്നാക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ ഉള്ളി വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കിഴങ്ങൊക്കെ വേവിച്ചതും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി, ഏതായാലും കട്ട്ലേറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികള് നോമ്പ് പിടിക്കുന്ന ദിവസം ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ ആയാലും അവർക്ക് നമുക്ക് നോമ്പ് തുറക്കാതെ കുട്ടികൾക്ക് ഇങ്ങനെ സ്നാക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടോ ജ്യൂസ് ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ഓർക്ക് വേണ്ടേ. പത്തിരി ഒന്നും അവർക്ക് അത്ര ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ മക്കൾസല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ തന്നെയല്ലേ നമുക്ക് സന്തോഷം. ഇനി നമുക്ക് പത്തിരിയും കൂടി ചുട്ടെടുക്കാണ്ട് കേട്ടോ. പത്തിരി ചുടുമ്പോ ആദ്യം ഞാൻ തവ ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്നാണ് ഇട്ട് കൊടുത്തത്. അത് നല്ലോണം ചൂടായതിനു ശേഷം 3 ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പൊ നമ്മള് കുട്ടികളും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി ഒഴിച്ച് എല്ലാവരുടെ പാത്രത്തിലേക്ക് ഒക്കെ ഇട്ട്, പഴംപൊരിയും കൂടി ഉണ്ടായിട്ടോ. നമുക്ക് അടുത്ത് തന്നെ ഉമ്മ ഉണ്ടായതുകൊണ്ട് ഉമ്മ അവിടുന്ന് പഴംപൊരി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നമ്മള് പൊരിച്ചെടുത്ത എന്താ പറയാ കട്ട്ലേറ്റും കൂടി കൊടുത്തുട്ടോ. അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കെ ഉഷാറായി. ഇനി നമുക്ക് റംസാനിൽ ഇതൊക്കെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണ്ടല്ലേ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു നോമ്പുറയാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.